നമ്മുടെ മറുനാടൻ ഷാജിനെ കുറച്ച് ദിവസം മുമ്പ് കുറേ ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് എല്ലാ ചാനലിലും വാർത്ത വന്നതാണ്. പക്ഷെ എല്ലാ ചാനലുകാരും അതൊരു ആഘോഷപൂർവ്വമായിട്ടാണ് എല്ലാ ചാനലിലും വാർത്ത കാണാൻ കഴിഞ്ഞത്. അതായത് അയാൾക്ക് അടി കിട്ടിയത് നന്നായി എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മിക്ക ചാനലുകളും വാർത്ത ചെയ്തു എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അതുപോലെ യൂട്യൂബർമാർ മുഴുവനും ഏകദേശം മുഴുവൻ യൂട്യൂബർമാരും അത് സ്വാഗതം ചെയ്തിരിക്കുക. ചില സംഘി യൂട്യൂബർമാർ വരെ അത് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. നന്നായി എന്നുള്ളിടത്താണ് നിൽക്കുന്നത്. കൂട്ടരെ അത് നന്നായി എന്ന് പറയാൻ ഞാനും അയാളുടെ വീഡിയോ കാണുന്ന ആളാണ്. 10-12 കൊല്ലമായിട്ട് കാണുന്ന ആളാണ്. അത് നന്നായി എന്ന് പറയാൻ എന്ത് തെറ്റാണ് ഈ മറുനാട് ഷാജി ചെയ്തത് എനിക്ക് ബോധ്യപ്പെടുന്നില്ല. എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഞാൻ ഇയാളെ നല്ല നല്ല വീഡിയോസിൻ്റെ ക്ലിപ്പ് ഉണ്ടാക്കി കൊടുത്താൽ വിട്ടുകൊടുത്താൽ അവർ പറയും ഇയാൾ വർഗീയവാദിയാണ്, മുസ്ലിം വിരോധിയാണ്, ഇസ്ലാം വിരോധിയാണ് മറുനാട് ഷാജി എന്ന്. ഞാൻ പലരുമായി തർക്കിക്കലുണ്ട്. തർക്കിക്കാനുള്ള കാരണം ഈ മറുനാടൻ മലയാളി ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതാണ്. ഇപ്പോഴല്ല, 10-12 കൊല്ലം മുമ്പേ സബ്സ്ക്രൈബ് ചെയ്തതാണ്. കാരണം അതിൽ വരുന്ന വാർത്തകളാണ് പിറ്റേ ദിവസം TV ചാനലുകളിൽ വരുന്നത്. ഇയാൾക്ക് കിട്ടുന്ന വാർത്തയിലെ ഭൂരിഭാഗം വാർത്തകളും ഈ TV ചാനലുകാർക്ക് കിട്ടാറില്ല. നല്ല നല്ല വാർത്തകളാണ് മറുനാട് ഷാജി പറയുന്നത്. പിന്നെ ഇസ്ലാം വിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിന് ബോധ്യപ്പെട്ടത് എന്താ അറിയോ? എനിക്കതിന് ബോധ്യപ്പെട്ടത് ഇയാൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരാണ്. ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഞാനും എതിരാണ്. ഇയാൾ ജമാഅത്തെ ഇസ്ലാമി, SDP ഇങ്ങനെയുള്ള സംഘടനകൾക്കെതിരെ വീഡിയോ പറയലല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തുറന്ന് പറയലുണ്ട്. അല്ലാതെ നേരെ പോലത്തെ SDPക്കും ജമാഅത്തെ ഇസ്ലാമിക്കും എതിരെ വീഡിയോ ചെയ്തല്ല. അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് തുറന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ കൂട്ടരെ, നമ്മളെ മുസ്ലിം സുഹൃത്തുക്കളോടാണ് എൻ്റെ ചോദ്യം. ഇയാൾ നമ്മളെ പ്രവാചകനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നെങ്കിലും പ്രവാചകൻ മോശക്കാരനാണ്, പ്രവാചകൻ ഇല്ല, അല്ലെങ്കിൽ പ്രവാചകൻ തള്ളാണ്, അല്ലെങ്കിൽ പ്രവാചകം അങ്ങനെ പറഞ്ഞു ശരിയായില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവാചക നിന്ദ ഇയാൾ നടത്തിയതായിട്ട് നിങ്ങൾക്ക് ആർക്കെയും കാണിച്ചു തരാൻ പറ്റുമോ? നമ്മുടെ ഖുർആനെ അധിക്ഷേപിച്ചതായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ? നമ്മുടെ മതത്തിൻ്റെ ആഘോഷങ്ങളെ അധിക്ഷേപിച്ചതായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ? നമ്മുടെ പള്ളികളിലെ ബാങ്ക്, പള്ളികളിലെ കുത്തുബ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇയാൾ അധിക്ഷേപിച്ചതായിട്ടോ പരിഹസിച്ചതായിട്ടോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ചില മദ്രസാധ്യാപകന്മാർ ചെറിയ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അയാളതേ കൊടുക്കും. തീർച്ചയായിട്ടും കൊടുക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ലാതെ ആ മദ്രസാധ്യാപകം പിന്നെ അടുത്ത കുട്ടികളെയും പിന്നെ തോണ്ടാൻ വരഞ്ഞോട് വെക്കണം എന്നുള്ള ആളുകൾ പറയുന്നത് അത് വെളിച്ചത്ത് കൊണ്ടുവരണം. തെറ്റാര് ചെയ്താലും അത് വെളിച്ചത്ത് കൊണ്ടുവരണം. അത് ജാതി ഏതാ മതം ഏതാന്ന് നോക്കാൻ പാടില്ല. അത് മറുനാട് ഷാജി വളരെ കറക്റ്റാണ്. ഇപ്പം നമ്മളൊരു കാര്യം, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മറുനാട് ഷാജിന് മാത്രമാണ് സർവേ പുറത്തുവിട്ടത്. ഇവിടെ കേരളത്തിലിട്ടോ ആ സർവേ പുറത്തുവിട്ടതിൽ മറുനാട് കൃത്യമായിട്ട് പറഞ്ഞു 11,000-ൽ പരം വോട്ടിന് പിന്നെ ഷൗക്കത്ത് അലി ജയിക്കും, UDF സ്ഥാനാർത്ഥി ഷൗക്കത്ത് അലി ജയിക്കും. 20,000 വരെ വോട്ട്, 19,000 ചില്ലാണ്, 20,000-ൻ്റെ അടുത്ത് വോട്ട് അൻവർ പിടിക്കും. നിങ്ങളാരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അത് വിട്ടുതരാം. അത് വോട്ടെണ്ണതിൻ്റെ മുമ്പ് ഇട്ട സർവേയാണ്. നിങ്ങൾ കമൻറ്റിൽ കോൺടാക്റ്റ് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ സർവേൻ്റെ വീഡിയോ ആണ് വിട്ടുതരാം. അപ്പോൾ ഏകദേശം ഇയാൾ പറയുന്നതൊക്കെ പുതുപ്പള്ളിയിൽ 36,000-ഓളം വോട്ടിന് ചാണ്ടി ഉമ്മൻ ജയിക്കുമെന്ന് പറഞ്ഞു. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ സർവേ വിട്ടതാണ്. ഇതൊക്കെ സർവേ വിടുന്നത് വോട്ടെണ്ണതിൻ്റെ മുന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യത പാലിക്കലുണ്ട്, നോക്കലുണ്ട്. വയനാട് ദുരന്തം ഉണ്ടായപ്പം മുഖ്യമന്ത്രിയുടെ ഫണ്ടിക്കേ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. ഇയാൾ പച്ചയിൽ വീഡിയോ ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഫണ്ട് എനിക്ക് വിശ്വാസമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം മുസ്ലിം ലീഗിൻ്റെ ഫണ്ടാണ്, അതിലേക്കാണ് ഞാൻ പണം കൊടുക്കുള്ളൂ. എന്നിട്ട് 1 ലക്ഷം റുപ്യ അന്ന്, പിന്നീട് കൊടുത്തോന്ന് എനിക്കറിയില്ല, അന്ന് 1 ലക്ഷം റുപ്യ മുസ്ലിം ലീഗിനെ ഏൽപ്പിച്ചു സംഭാവനയായിട്ട്. എനിക്കത് മാത്രമേ വിശ്വാസമുള്ളൂ. മുസ്ലിം ലീഗിനെ പാണക്കാട് തങ്ങന്മാരെയൊക്കെ ഇയാൾ തെറി പറയുന്നതായിട്ട് ഇങ്ങോട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ സംഭവിക്കുന്നത് എന്താ അറിയോ? അയാളൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ ഈ SDP, ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ തീവ്രവാദ മുസ്ലിം ആളുകളുണ്ട്. ഇല്ലാതെ ഞാനും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചുള്ള വാർത്തൻ്റെ ചെറിയ ക്ലിപ്പാണ് കട്ട് ചെയ്യും സഖാക്കൾ.
എന്നിട്ട് അത് മുസ്ലിങ്ങളേക്ക് അടുവിടും. മുസ്ലിം വിരോധം ഉണ്ടാക്കി തീർക്കാൻ, ഇയാൾക്കെതിരെ മുസ്ലിം വിരോധം ഉണ്ടാക്കി തീർക്കാൻ. ഞാൻ ചോദിക്കട്ടെ കൂട്ടരെ, അയാൾക്ക് അന്ന് തല്ല് കിട്ടിയിട്ട് ആരാണ് അയാളെ സപ്പോർട്ട് ചെയ്യാൻ വന്നത്? BJP, RSS, സംഘപരിവാറോ വന്നോ? എൻ്റെ അവരാരും വരാഞ്ഞ്, എൻ്റെ അവരാരും അതിനെതിരെ പ്രതിഷേധം നടത്താൻ? കാരണം അയാൾ സംഖ്യകളെ പറയുന്നുണ്ട്, അയാൾ മോദിക്കെതിരെ പറയുന്നുണ്ട്, അയാൾ BJPക്കെതിരെ പറയുന്നുണ്ട്. നിങ്ങൾ കേൾക്കാത്തതിന് ഇനി അയാളെ സപ്പോർട്ട് ചെയ്യാൻ കോൺഗ്രസ്സുകാർ വന്നോ, ലീഗുകാർ വന്നോ, ആരെങ്കിലും വന്നോ? ഒരാൾ മുസ്ലിം വന്നോ, ക്രിസ്ത്യൻ, അയാൾ ഒരു അച്ചായനാണ്. അച്ചായന്മാരാരെയും വന്നോ അയാളെ സപ്പോർട്ട് ചെയ്യാനില്ല. കാരണം അയാൾ അച്ചായന്മാരെ പറയലുണ്ട്. അയാൾ പറയും ചില അച്ചായന്മാർ പെരും കള്ളന്മാരാണ്, ഹിന്ദുക്കളെ പറയലുണ്ട്. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും വന്നില്ല. അപ്പം സത്യം വിളിച്ച് പറയുന്നവന് ശത്രുക്കൾ ധാരാളം ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ അത് മനസ്സിലാക്കിയാൽ, ഞാൻ മറുനാടൻ പിന്നെ ഷാജിനെ വെള്ള പൂശാൻ വന്നതല്ല കേട്ടോ. നിങ്ങളിപ്പോൾ കമൻറ്റ് വരും, മറുനാടൻ ഷാജിന് വെള്ളം പൂശണ്ട, അതാരും അംഗീകരിക്കണ്ട. എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായം പറയാലോ. അപ്പം അങ്ങനെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളെ മുന്നിൽ വരാൻ കാരണം. ഇപ്പോൾ വേറൊരു വീഡിയോ വന്നിട്ടുണ്ട്, നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം. മറുനാടൻ്റെ നമസ്കാരം. നാട് ഭരിക്കുന്ന CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് ഭരണമുണ്ടാവില്ല എന്ന് മാത്രമല്ല, അവർ എന്നേക്കുമായി ചരിത്രത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടേക്കും എന്ന ഭയം അവരെ വിറൽ പിടിപ്പിക്കുന്നു. അവരുടെ മുമ്പിൽ ഇതുപോലെ ചില അനുഭവങ്ങൾ ബാക്കിയുണ്ട് എന്നത് തന്നെയാണ് CPM പിണറായിസ്റ്റുകളെ വിറൽ പിടിപ്പിക്കുന്നത്. ബംഗാളിനെ 3 പതിറ്റാണ്ടിലധികം അടക്കി വാണ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഇപ്പോൾ കേരളത്തിൽ വന്ന് പെറോട്ടയടിച്ചും മേക്കാട് പണി ചെയ്തും ജീവിക്കേണ്ട സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യം ഉണ്ടാവുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഇവർ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ സമ്പാദിക്കാവുന്നത്രയും സമ്പാദിക്കുക എന്ന ലൈനിലാണ് പിണറായി വിജയൻ മുതൽ അങ്ങ് താഴത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം വരെ പ്രവർത്തിക്കുന്നത്. പക്ഷെ അവരിപ്പോഴും അവരുടെ അധികാര ഹുങ്കിൽ മതിമറന്ന് ആനന്ദിക്കുകയാണ്. അവരുടെ തട്ടിപ്പും വെട്ടിപ്പും പുറത്തേക്ക് കൊണ്ടുവരുന്നത് ജനം തിരിച്ചറിയുന്നു. അതിനെ അവരുടെ വ്യാജ പ്രചരണത്തിലൂടെ നേരിടാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായതോടെ കയ്യൂക്കിന്റെ രാഷ്ട്രീയവുമായി രംഗത്തിറങ്ങുന്നു. CPIM കൊള്ള സങ്കേതത്തിന്റെ വൃത്തികേടുകൾ വിളിച്ചു പറയുന്ന മറുനാടനെ അങ്ങ് അവസാനിപ്പിക്കാനാണ് അവരുടെ പദ്ധതികളിലൊന്ന്. അതുകൊണ്ടാണ് വാഹനം കൊണ്ട് ഇടിപ്പിച്ചു നിർത്തി ഭീരുക്കളെ പോലെ സംഘം ചേർന്ന് നിരായുധനായ മറുനാടൻ എഡിറ്ററെ വഴിയിൽ മർദ്ദിക്കാൻ ശ്രമിച്ചത്. ഇതൊരു സന്ദേശമാണ്, പ്രതികരിക്കുന്നവരെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന സന്ദേശം. ഇത്തരത്തിൽ പ്രതികരിക്കുന്നവരെ, പ്രതിരോധിക്കുന്നവരെ ഭീരുക്കളായ പിണറായിസ്റ്റുകൾ ഇല്ലാതാക്കാനുള്ള നീക്കം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പിണറായിസ്റ്റ് ഭരണകൂടത്തിന്റെ വൃത്തികേടുകൾ ഏറ്റവും ശക്തമായി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് 2 IASകാരാണ് എന്നത് അവരുടെ ഉറക്കം കെടുത്തുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ പിണറായിസ്റ്റ് അടിമത്തം സ്വീകരിക്കണമെന്നും പിണറായിസ്റ്റ് ഭീകരത അനുവദിക്കണമെന്നും വിശ്വസിക്കുന്നവരാണ് ഇവർ. എന്നാൽ 2 IASകാർ നെഞ്ചുയർത്തി സത്യം വിളിച്ചു പറയുന്നു. N പ്രശാന്ത് എന്ന യുവ IASകാരനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ട് 1 വർഷമാകുന്നു. പക്ഷെ അയാൾ നിശബ്ദനാകുന്നില്ല. നിരന്തരം സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്ന വിഷയങ്ങൾ അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും ദുഷ്പ്രഭുത്വത്തെ ഇല്ലാതാക്കാൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പുസ്തകം വരെ എഴുതി പ്രീ പബ്ലിക്കേഷനിലൂടെ വിൽപ്പന ആരംഭിച്ചിരിക്കുന്നു. N പ്രശാന്തിന്റെ പുസ്തകത്തിന് വേണ്ടി പ്രീ പബ്ലിക്കേഷൻ ബുക്കിങ്ങിന്റെ എണ്ണം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് സർക്കാർ വൃത്തങ്ങൾ. ഈ പുസ്തകം വായിച്ച് സർക്കാരിന്റെ വൃത്തികേടുകൾക്കെതിരെ, അഴിമതിക്കെതിരെ ജനം തെരുവിലിറങ്ങുന്ന സാഹചര്യം ഇവരുടെ ഉറക്കം കെടുത്തുന്നു. അതിനിടയിലാണ് മറ്റൊരു IAS ഉദ്യോഗസ്ഥനും തലവേദന ഉണ്ടാക്കുന്നത്. പ്രശാന്തിനെ പോലെ പരസ്യ യുദ്ധത്തിനിറങ്ങാതെ സർക്കാരിനെതിരെ ആഭ്യന്തര യുദ്ധം നയിക്കുകയാണ് B അശോക് എന്ന മുതിർന്ന IASകാരൻ എന്നാണ് പിണറായിസ്റ്റുകൾ ഭയപ്പെടുന്നത്. ഡോക്ടർ ജയതിലക് എന്ന ഒരു അഴിമതിക്കാരനെ ചീഫ് സെക്രട്ടറിയാക്കി ശിങ്കിടികളായ ഉദ്യോഗസ്ഥരെ കൊണ്ട് അഴിമതി ദുർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വരികയാണ് B അശോക്. അശോകിനെ സെക്രട്ടേറിയറ്റിൽ നിന്നും പടിയടച്ച് പിണ്ടം വയ്ക്കാനുള്ള നീക്കം അശോക് തന്നെ തടയുന്നു. കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും കാർഷികോൽപാദന കമ്മീഷണറും കേരള കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറുമായ അശോകിനെ അപ്രതീക്ഷിതമായി ഇക്കഴിഞ്ഞ ജനുവരിയിൽ മാറ്റിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പരിഷ്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കാണ്. അശോക് പക്ഷേ വഴങ്ങിയില്ല. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി ആ നിയമനം റദ്ദ് ചെയ്തു. അശോകിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാതെ വെള്ളം കുടിച്ചിരുന്ന സർക്കാർ കൃഷി വകുപ്പ് സെക്രട്ടറി എന്ന നിലയിൽ മിനിമം സർവീസ് പൂർത്തിയാക്കിയതോടെ വീണ്ടും പുറത്താക്കാൻ നീക്കം നടത്തി. പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള അശോകിനെ സമാനമായ മറ്റൊരു വകുപ്പിലേക്ക് മാറ്റാമെങ്കിലും തരം താഴ്ത്താൻ സർക്കാരിന് അവകാശമില്ല എന്നിരിക്കെ ആർക്കും വേണ്ടാത്ത ഏതു നിമിഷവും അടച്ചുപൂട്ടാനിടയുള്ള KTDFC എന്ന് പറയുന്ന ഒരു വെള്ളാനയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് അശോക് അറിയുന്നത് IAS ഉദ്യോഗസ്ഥന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ്. അപ്പോഴേക്കും ടിങ്കു ബിസ്വാൾ എന്നു പേരുള്ള പുതിയ കൃഷി വകുപ്പ് സെക്രട്ടറി സ്ഥാനമേൽക്കാൻ ഓടിയെത്തി. ബിസ്വാളിനെ പക്ഷേ അധികാരം വിട്ടുകൊടുക്കാൻ അശോക് ഒരുങ്ങിയില്ല. നാണം കെട്ട് തിരിച്ചു പോവേണ്ടി വന്നു ബിസ്വാളിന്. അശോക് വീണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇത് എന്ത് ലോകമാണ് എന്ന് ചോദിച്ച് ആ ഉത്തരവ് സ്റ്റേ ചെയ്യുന്നു. അത്രയും ദിവസം അവധിയെടുത്ത അശോക് വീണ്ടും കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലറുമായി ചുമതലയേൽക്കുന്നു. ഇതോടുകൂടി ഹാലിളങ്ങിയ പിണറായി പിന്നെ ചെയ്തത് എന്താണെന്നറിയാമോ? SFI ഗുണ്ടകളെ ഇറക്കി അശോകനെ മർദ്ദിക്കാനും
ഇല്ലാതാക്കാനും നീക്കം നടത്തുന്നു. ഇന്നലെ രാത്രി ബി അശോക് ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം വന്ദേ ഭാരത് എക്സ്പ്രസിൽ രാത്രി 10:30 തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുമ്പോൾ അശോകിനെ തടയാൻ SFI പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടകളെത്തി. അവർ സംഘം ചേർന്ന് അശോകിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. അശോകിന്റെ വസതിയിലേക്ക് ഈ ഗുണ്ടകൾ പകൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. വിചിത്രമാണ് അവർ പറയുന്ന വാദം. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർദ്ധിപ്പിച്ചത്രേ. കാർഷിക സർവകലാശാലയുടെ ഫീസ് വർദ്ധിപ്പിച്ചെങ്കിൽ അവർ സമരം ചെയ്യേണ്ടത് സർക്കാരിനെതിരെയാണ്, അല്ലാതെ വൈസ് ചാൻസലർക്കെതിരെയല്ല. ആ ഫീസ് വർധനയുടെ പേരിൽ വൈസ് ചാൻസലറെ പൂട്ടാൻ ശ്രമിക്കുന്നത് പിണറായിയോടുള്ള കൂറ് പുലർത്താൻ കുട്ടിക്കുരങ്ങന്മാർ ഇറക്കിയ തിരക്കഥയുടെ ഭാഗമാണ്. വാസ്തവത്തിൽ എന്താണ് പിണറായി വിജയന് ബി അശോകിനോടുള്ള വിരോധമെന്ന് നോക്കണം. താൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതി പാസ്സായതാണ്, തന്റെ ജോലി നിയമവും ചട്ടവും നോക്കുകയാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ പ്രവർത്തിക്കുന്നതാണ്. 2000 കോടിയിലധികം രൂപ ലോകബാങ്ക് കേര പദ്ധതിയുടെ ഭാഗമായി കൃഷി വകുപ്പിലേക്ക് കൈമാറുന്നു. ആ പണം സർക്കാർ അടിച്ചുമാറ്റി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ആ സർക്കാർ ആ പണം അടിച്ചുമാറ്റിയ വിവരം മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. ആ വാർത്ത ചോർന്നതെങ്ങനെ എന്ന് അന്വേഷിക്കാൻ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ അശോകിനെ സർക്കാർ ചുമതലപ്പെടുത്തുന്നു. അന്വേഷണ റിപ്പോർട്ടിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ അശോക് കണ്ടെത്തുന്നു ഇത് ചോർത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ രേഖകൾ എങ്ങനെ ചോർത്തിയെടുത്തു എന്ന ചോദ്യം ഉന്നയിച്ചതോടെ പിണറായി കട്ടക്കലിപ്പിലാവുന്നു. 5 നയ പൈസ കയ്യിലെടുക്കാനില്ലാതെ ലോകബാങ്ക് പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് ആ പണം അടിച്ചു മാറ്റാനുള്ള നീക്കം ലോകമറിഞ്ഞതിന്റെ കലിപ്പ് തീർക്കാനാണ് അശോകിനെ സ്ഥലം മാറ്റാൻ വീണ്ടും ശ്രമിച്ചത്. അവിടെയും പിണറായിക്കും പിണറായിസ്റ്റ് അഴിമതി ഉദ്യോഗസ്ഥർക്കും വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ സർക്കാരിന്റെ വൃത്തികേടുകൾ ജനങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നു. ഇതോടെ മറ്റൊരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് എക്കാലത്തും CPIM എടുക്കുന്ന വൃത്തികെട്ട ഗുണ്ടാ രാഷ്ട്രീയവുമായി അവർ രംഗത്തിറങ്ങുന്നു. അശോകിനെ വഴിയിൽ തടഞ്ഞ് ഉപദ്രവിക്കുക തന്നെയാണ് ഇവരുടെ പദ്ധതി. SFI, CITU, DYFI ഗുണ്ടകൾ വിചാരിച്ചാൽ കേരളത്തിന്റെ ഏതു കോണിലും ആരെയും മർദ്ദിക്കാം എന്ന ഇവരുടെ അന്ധവിശ്വാസം. ഇങ്ങനെ തെരുവിലിറങ്ങി ഗുണ്ടാ പ്രവർത്തനം ചെയ്താണ് ബംഗാളിൽ വഴിയാധാരമായതെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. വിനാശകാല വിപരീത ബുദ്ധി എന്ന് മാത്രം ഓർത്തുവെക്കുന്നത് ഉചിതമായിരിക്കും. ഇത് കേട്ടില്ലേ കൂട്ടരങ്ങള്? മറുനാട് സാരം പറഞ്ഞത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പിന്തിരിഞ്ഞു പോയി, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി വരുന്നതിന് മുന്നൊക്കെ ഈ പ്രതിപക്ഷത്തിന്റെ പണിയെടുത്ത് VD സതീശനല്ല, മറുനാട് സാജന. CPM-നെതിരെ, പിണറായിസത്തിനെതിരെ, പിണറായി ഭരണ സർക്കാരിനെതിരെ നിശിതമായ വിമർശനങ്ങൾ അയച്ചുവിട്ടുകൊണ്ട് തെളിവ് സഹിതം വിലക്കയറ്റത്തിന്റെ കാര്യത്തിലായാലും, ഗുണ്ടായിസത്തിന്റെ കാര്യത്തിലായാലും, കൊലപാതകത്തിന്റെ കാര്യത്തിലായാലും, അക്രമത്തിന്റെ കാര്യത്തിലായാലും, അഴിമതിയുടെ കാര്യത്തിലായാലും നിശിതമായി വിമർശിച്ച് വീഡിയോ ചെയ്തത് മറുനാടൻ ഷാജൻ മാത്രമാണ്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് ഏകദേശം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഈ വിമർശനം. കാരണം അതുവരെ ഉമ്മൻചാണ്ടിയെ വിമർശിച്ചു. ഉമ്മൻചാണ്ടിയോട് പിന്നീട് ഇയാൾ പോയി മാപ്പ് പറഞ്ഞു. എനിക്ക് തെറ്റുപറ്റിയിരുന്നില്ല, ഉമ്മൻചാണ്ടി ഭരിക്കുന്നതിന് മുമ്പ് തന്നെ പോയി മാപ്പ് പറഞ്ഞു. അപ്പോൾ നിശ്ചിതമായിട്ട് വിമർശിച്ച് പ്രതിപക്ഷത്തിൻ്റെ പണി ഈ സംസ്ഥാനത്തെടുത്തത് കോൺഗ്രസോ UDF അല്ല, മറുനാടൻ ഷാജനാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സഖാക്കളെ കണ്ണിലെ കരടാണ്. നിയമപരമായിട്ട് അയാളെ ഒന്നും ചെയ്യാൻ കഴിയൂല. അതുകൊണ്ടാണ് കായികമായിട്ടുള്ള ഇടപെടലുണ്ടായത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ആർക്കും സംഭവിക്കുക എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. മാധ്യമങ്ങൾ ഒന്നിച്ചു നിൽക്കുക വേണ്ടത്. അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും പഠിക്കാനല്ല. ഇവിടെ ഇതിനേക്കാൾ വലുതൊക്കെ എന്തെല്ലാം പറഞ്ഞ്, ആരൊക്കെ എന്തെല്ലാം പറഞ്ഞ്, വെള്ളാപ്പള്ളി നടേശൻ എന്തൊക്കെ പറഞ്ഞു, എന്തെങ്കിലും നടപടി ഉണ്ടായോ? PC ജോർജ് എന്തൊക്കെ പറഞ്ഞു, എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഈ വെള്ളാപ്പള്ളി നടേശനും ഈ PC ജോർജൊക്കെ പറയുന്ന മാതിരി ഈ ഷാജൻ പറഞ്ഞു. നിങ്ങളൊന്നാണ്ട് ആലോചിച്ച് നോക്കി. അപ്പോൾ അടി കിട്ടേണ്ടത് എവിടുന്നാണ്? എവിടെയാണ് അടി കിട്ടേണ്ടത്? അവിടെ എവിടേക്ക് അടി കിട്ടിയോ? നിങ്ങളൊന്നാണ്ട് ആലോചിച്ച് നോക്കി. ഒന്നും വേണ്ട. CPM-ന്റെ നേതാക്കന്മാർ മലപ്പുറത്തെക്കുറിച്ച്, മലപ്പുറത്തെ മുസ്ലിങ്ങളെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞ് ഒരു കാര്യക്കെങ്കിലും അടി കിട്ടിയോ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് കായികപരമായിട്ടുള്ള ഈ ഇടപെടൽ എന്തിനറിയോ? അയാളെ വായടപ്പിക്കാനാണ്. ഇപ്പം എനിക്കുണ്ടായ ഒരു അനുഭവമുണ്ട്. റിപ്പോർട്ടർ ചാനലിനെതിരെ ഞാൻ വീഡിയോ ചെയ്തപ്പം റിപ്പോർട്ടർ ചാനലുകാർ എന്നെ ബ്ലോക്ക് ചെയ്തു. ഞാൻ ഇപ്പോൾ പുതിയ ചാനലാണ് ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം ഈ രീതി മാറണം. മറുനാടൻ ഷാജിൻ്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ കേസ് കൊടുക്കുക, ശിക്ഷിപ്പിക്കുക, ജയിലിലടപ്പിക്കുക. ഒരുപാട് കേസുണ്ടല്ലോ. ഡൽഹിയിൽ കേസുണ്ട്, ബംഗാളിൽ കേസുണ്ട്, UP-ലൊക്കെ കേസുണ്ട്. അതെന്തിനാ? ഇയാൾ വാർത്ത ചെയ്യാക്കാനും ഇതിൻ്റെ പുറകെ പോകാനുമാണ് ഇത്തരം പണികളൊക്കെ ഇയാൾ കൊടുത്തത്. ഇയാൾ ചെയ്യുന്ന വാർത്തകൾ, ഇയാൾ പറയുന്ന കാര്യങ്ങൾ 100% ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മറുനാടിന് കട്ട സപ്പോർട്ട്.